അപ്പത്തെ കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റിട്ടുണ്ട്. കിടന്നോ പോവാം. അങ്ങോട്ട് ചെന്നിട്ട് ഇറങ്ങാവേ. ചെന്നിട്ട് ഇറങ്ങാം. ഇവിടെ ഇറക്കാൻ പറ്റിയല്ല. ഓക്കെ. ബീച്ചിൽ നിന്ന് വരുമ്പോഴത്തേനും ഒരു അടിപൊളി അമ്പലം കണ്ടു കേട്ടോ. പുനരുദ്ധാരണ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലം. ബാലസുബ്രഹ്മണ്യൻ്റെ പേരിലുള്ള അമ്പലമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. സൂര്യാസ്തമയമാണ്. നല്ലൊരു ആൽമരമൊക്കെ എൻ്റെ തൊട്ട് ചേർന്നുണ്ട്. ഇത് പേരാലല്ല, അരയാലാണ്. നല്ല കാറ്റുണ്ട് അരയാലായതുകൊണ്ട്. പേരാലാണെങ്കിൽ ഇല വലുതായിരിക്കും. ഇതാണ്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പേരാലാണ്. ഇത് അരയാണ്. ആഹാ, എന്താ കാറ്റ്! ഒയ്യേ, അടിപൊളിയല്ലേ. അപ്പോഴത്തെ ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കവാടമാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറുന്നില്ല. നമ്മൾ കണ്ടിട്ട് പോവുകയാണ്. ഈ വഴിക്കാണ് ഞാൻ വന്നത്. ഇവിടുന്ന് നമ്മളിങ്ങനെ പോയാൽ ആ ഹൈവേയിലോട്ട് പോയി കയറും. അവിടുന്ന് മാൽപ്പേ പോകാമെന്നാണ് പറഞ്ഞത്. നമുക്ക് പ്രധാനമായിട്ടും മാൽപ്പയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ കാപ്പൂരിലെ ഒരു പ്രധാന ക്ഷേത്രമായ മാരിഗുഡി ടെമ്പിളാണിത്. കോസ മാരിഗുഡി. അപ്പോൾ സൂര്യാസ്തമയമായി, അതുകൊണ്ട് കാഴ്ചകൾ അത്ര സുഖമുള്ളതല്ല. ഇത് 66 ഹൈവേ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് തന്നെ പോവുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ വന്ന വഴിയിൽ ഒരാളെ കണ്ടുമുട്ടി. വേറെ ആരുമല്ല, ഒരു വലിയ റൈഡർ. അതായത് GCC കൺട്രീസ് മുഴുവൻ കറങ്ങിയിട്ട് വന്ന ആളാണ്. അതുപോലെ തന്നെ ഇന്ത്യ മുഴുവൻ കറങ്ങിയ ആളാണ്. ബാംഗ്ലൂരുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശരത് എന്നാണ്. അദ്ദേഹം എന്നെ കണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ പോയ ആളാണ്. ഈ ഓപ്പോസിറ്റ് സൈഡിൽ പോയ ആളാണ്. ഞാനിങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുന്ന കണ്ടിട്ട് എന്നെ കാണാൻ വേണ്ടി അവിടെ പോയി യൂട്ടേൺ അടിച്ച് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ് സർ, आप कितना साल से ये राइडिंग कर रहे हैं? मैं छोटा 20 साल से 20 साल से मैं मोटर राइड करता है, करता रहता है। अच्छा, अभी ये गाड़ी पे कितना साल ट्रैवलिंग कर दिया? ये 2 साल हो गए गाड़ी के लिए। अच्छा, ट्रैवलिंग करता रहता है उसमें। अच्छा, मैं दुबई देखो। अच्छा, दुबई में कतार, कुवैत, सऊदी पूरा जाके आया। अच्छा, पूरा GCC कर दिया। अभी नेक्स्ट ईयर मेरा चाइना जाने का प्लान है। अच्छा, यही गाड़ी पे? यही गाड़ी। अच्छा, ये पेपर पूरा तैयार कर रहा है। अच्छा, उसके लिए 1 साल चाहिए। अच्छा, आप ये मैंगलोर में है? मैंगलोर सोलो राइडर है? सोलो। अच्छा, आपका कोई चैनल है? चैनल कुछ नहीं किया, केवल में आपको बहुत प्रॉब्लम होता है। अच्छा, रात को आने के लिए, एडिटिंग करने के लिए। अच्छा, इसके लिए इसलिए करता नहीं है। फिर इंस्टा में है मेरा शरद श्री करके। शरद श्री, ओके, मैं फॉलो करेगा जी। थैंक यू। ओके, शुक्रिया जी। आपको भी ऑल द बेस्ट। ओके, थैंक यू वेरी मच। अच्छा, मिलके। ओके जी, टेक केयर। ഇതാണ് മക്കളെ സൂപ്പർ ബൈക്ക്. എത്ര രാജ്യം കറങ്ങിയ ബൈക്കായി ഇരിക്കുന്നറിയോ? അടിപൊളി സെറ്റപ്പ്. ഇങ്ങനെ ഒരെണ്ണത്തെ വേണം യാത്ര ചെയ്യാൻ. കൂടിയ ബൈക്കൊന്നും ആവശ്യമില്ല. ഇന്ത്യൻ ബൈക്ക്, റോയൽ എൻഫീൽഡ്. അപ്പോഴത്തെ ഇന്നും ഇന്ത്യൻ ഓയിൽ തന്നെയാണ് നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഇന്ത്യൻ ഓയിലിൽ തന്നെയാണ് കിടന്നത്. അപ്പോഴത്തെ ഇവിടെ വന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പിള്ളേരൊക്കെ നമ്മളോട് നല്ല സഹകരണമാണ്. അപ്പോൾ അവരൊക്കെ വന്ന് കുഞ്ഞിനെയൊക്കെ കണ്ടു. നമ്മൾ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ വരുമ്പോഴത്തേനാണ് ശരത് സാറിനെ കാണുന്നത്. പുള്ളിനെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇതിലേ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് നേരെ ഇന്ത്യൻ ഓയിൽ വന്നപ്പോഴത്തേനും അവർ ഓക്കെ അടിച്ചു. മാനേജരോട് ചോദിച്ചു. മാനേജർ സാറ് പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, കിടന്നോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമാണുള്ളത്. അതായത് നമ്മുടെ കുഞ്ഞിനെ അവിടെ വെച്ചിട്ടുണ്ട്. കുഞ്ഞ് ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ നമുക്ക് വേറെ ടെൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നതാണ്.
ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് കിടന്നുറങ്ങാം. പാവിരിച്ചാൽ മതി, വളരെ സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ഞങ്ങളുടെ ഉറക്കം. ഒരാൾ കിടന്നുറങ്ങുന്നു, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ശരി, നാളെ രാവിലെ കാണാം. സമയം രാത്രി 2 മണിയായി. ഒടുക്കത്ത മഴയാണ്. ഏക്കാലും ദൈവാനുഗ്രഹിച്ച് നമ്മൾ വന്നു കയറിയ പെട്രോൾ പമ്പ് നല്ല അടിപൊളി പെട്രോൾ പമ്പായിരുന്നു. അല്ല നമ്മൾ പെട്ടുപോയതിന് ഇടുക എന്ന് പറഞ്ഞാൽ ചെറിയ പെടലൊന്നും ആയിരുന്നു. ഇതുണ്ടോ, അപ്പോൾ വഴിയിൽ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. കുട്ടികൾക്കൊക്കെ അവധിക്കാലമായപ്പോൾ നമ്മുടെ കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ നിറയെ ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ച. പല ടൈപ്പിൽ ഉള്ള ക്രിക്കറ്റ് ബാറ്റുകളാണ്. ഇതെല്ലാം ഉണ്ട്, വലിയതുണ്ട്, ചെറുതുണ്ട്. അങ്ങനെ വഴി വന്നപ്പോൾ കണ്ടതാണ്. സൂപ്പറായിട്ട് പോളിഷ് ചെയ്ത് എല്ലാം ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് വലിയ പിള്ളേർക്ക് വരെയുള്ള ക്രിക്കറ്റ് ബാറ്റുകളാണ് വഴി സൈഡ് നിറയെ വെച്ചിരിക്കുന്നത്. ഈ പള്ളിയുടെ അടുത്താണ് ഇത്. ഞാനിപ്പോൾ ഉടുപ്പിയിലോട്ട് പോകുന്ന വഴിയിലാണ് ഇത് കണ്ടത്. വലിയ ആൾക്കാർക്ക് തൊട്ട് കൊച്ചു പിള്ളേർക്ക് വരെ ഉള്ളത് ഇതുണ്ട്. ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, പിടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. आप किधर का है जी? महाराष्ट्र से। अच्छा अच्छा, अभी कैसा है बिजनेस? अच्छा चलता है? हाँ, अभी छुट्टी का टाइम है ना. ഓക്കെ. ഇതുണ്ട്, ഇവിടെ 2-3 ഫാമിലി ഉണ്ട് കേട്ടോ. ഇവരിവിടെ ഇത് എല്ലാം പോളിഷ് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു മക്കളും എല്ലാവരും കൂടെ ചേർന്നാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. കേട്ടോ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ നിർത്തി അവരോട് അനുവാദം ചോദിച്ചു, വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ്. ഓക്കെ ജി വിചാരെ. ഇത് പാഴ്ത്തടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാഴ്ത്തടിയിലാണേലും പിള്ളേർക്ക് നമുക്ക് ഒരു എഫക്റ്റീവായ പൈസയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇത് കേരളത്തിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ ഇത് തകർത്ത് വാരുവാണ്. സൂപ്പർ ബാറ്റുകൾ, നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്. എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ള ബാറ്റാണ് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉള്ള ബാറ്റാണ്. കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ നല്ല വെയിറ്റ് ഉള്ള ബാറ്റും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല വലിയ ആൾക്കാർക്ക് കളിക്കാൻ പറ്റുന്ന വെയിറ്റ് ഉള്ള ബാറ്റ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഓക്കെ, ചെറിയ വിലയ്ക്കൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. കുഞ്ഞിതേ റെഡിയാണ്. അവൾ ഫുഡൊക്കെ കഴിച്ച് മുഖമൊക്കെ കഴുകിയിട്ടിരിക്കുകയാണ്, സുന്ദരിയായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉടുപ്പി റൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോഴത്തേനും നിർത്തിയതാണ്. ഇവിടെ എല്ലാം പച്ചപ്പായിരുന്നു. ഇന്നലെ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടെ പച്ചപ്പ് കൂടും. ഇതിവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ. അകത്തോട്ട് പോകുന്ന വഴി അപ്പുറത്തെ സൈഡിൽ കൂടി ഏതാണ്ടായിരുന്നു. കാരണം ഞാനിങ്ങ് ക്രോസ് ചെയ്ത് കയറിപ്പോന്നു. ഇനിയിപ്പോൾ ചുറ്റിക്കറങ്ങി വേണം പോകാൻ. അതുകൊണ്ട് പള്ളി കാണാൻ നിൽക്കുന്നില്ല, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉടുപ്പി ഗേറ്റിലാണുള്ളത്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററാണ് ഇനി ഉടുപ്പിക്കുള്ളത്. രാവിലെ നമ്മൾ ഒരു 10 മണിയായപ്പോഴാണ് യാത്ര തുടങ്ങിയത് തന്നെ. കാരണം 2-3 വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പതിയെ ഉടുപ്പിയിലേക്ക് പോവുകയാണ്. ഹൈവേ താഴെ കൂടെ പോകുന്നു. നമ്മൾ ഉടുപ്പിയിലോട്ടുള്ള കട്ടിങ്ങിൽ കയറിയതാണ്. നല്ല തിരക്കാണ്. കുഞ്ഞി ഉടുപ്പിക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് കിടക്കുക. റെഡി.
ഇവർ പോയി അവർ വന്നു. ഓക്കെ, അങ്ങനെ ഞാൻ ചാടിക്കടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത് ശ്രീകൃഷ്ണൻ രഥവും കാര്യങ്ങളൊക്കെയാണ്. അതിന് മുകളിൽ അനന്തശയനം കാണാം. ഏറ്റവും മുകളിൽ. അപ്പം നമ്മൾ ഉടുപ്പി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഓട്ടോറിക്ഷക്കാരൻ എനിക്കിത് പണി തന്നാൽ അവൻ്റെ ചെവിട് വേണ്ട, അവൻ്റെ ഞാൻ അടി വാങ്ങിച്ചോളൂ. അപ്പോൾ നമ്മൾ നേരെ ഉടുപ്പി 3 കിലോമീറ്റർ. Head east toward Kartik Kayad Road, then turn left onto Kartik Kayad Road. നമ്മളെ സ്വാഗതം ചെയ്യുന്നത് നല്ലൊരു ആലാണ്. Turn left onto Kartik Kayad Road, then turn left. അരയാൽ നീൽക്കമൽ ഫിഷ് മാർക്കറ്റ്. നമ്മൾ പതിയെ ഉടുപ്പ് ലക്ഷ്യമാക്കി പോവുകയാണ്. ഉടുപ്പി 3 കിലോമീറ്റർ അതാണ് നമ്മുടെ ലക്ഷ്യം. എന്തിനാണ് ഓണടിക്കുന്നതെന്ന് പോകുന്ന ഓട്ടോക്കാരനും അറിയത്തില്ല. അതുകൊണ്ട് ചുമ്മാ ഓട്ടോ പോയി ഓണടിച്ചിട്ട് അങ്ങോട്ട് ചെയ്യും. ജയ് ശ്രീറാം. വീട്ടിലോട്ട് നോക്കിയാൽ എൻ്റെ അമ്മയുടെ പ്രായവും മഹാരാഷ്ട്ര പ്രായവും വണ്ടി എടുക്കുന്നു. ഇവിടുത്തെ പുരാതനമായ ഓരോ ലോഡ്ജുകളും കെട്ടുകളും ഒക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് പുതിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലോട്ടുള്ള വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതോ സ്വാമിയുടെ ഒരു മഠമാണ്. ഇവിടെ ഒരു കാളക്കൂറ്റിനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാളക്കൂട്ടനാണിത്. ഒരു സ്വാമി മഠമാണ്. എല്ലാം തെലുങ്കിലാണ് എഴുതിയിരിക്കുന്നത്, കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നാണെന്ന് അറിയില്ല.
ഇവിടെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അകത്ത് ഗോശാലയാണെന്ന് തോന്നുന്നു. അകത്ത് ഭജന നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള രഥമാണിത്. നമ്മൾ വന്ന വഴിയിൽ മംഗലാപുരത്ത് കണ്ടിരുന്നു ഒരു രഥം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഇങ്ങനെ തന്നെയാണ് ആ രഥത്തിൻ്റെയും ഡിസൈൻ കണ്ടത്. 2 രഥമുണ്ട് കേട്ടോ. ഇതൊരു രഥം. ഇത് ക്ഷേത്രത്തിലേക്കുള്ള ഒരു കവാടമാണ്. അകത്ത് ഭജന നടക്കുന്നതിൻ്റെയാണ് പാട്ട് കേൾക്കുന്നത്. അകത്ത് പൂജ നടക്കുകയാണ്, ഉച്ചപൂജ നടക്കുകയാണ്. അത് ഇവിടുന്ന് ദർശിക്കാൻ പറ്റും. ഇത് കണ്ടോ, ഈ സ്ക്രീനിൽ അവിടുത്തെ ഉച്ചപൂജ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് ഈ ജനലിൻ്റെ ഉള്ളിലൂടെ കാണാനും പറ്റുന്നുണ്ട്. അപ്പോഴത്തെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മറ്റൊരു രഥം നമുക്ക് കാണാം. അത് ഇവിടുത്തെ പരിപാടികൾക്ക് ഉപയോഗിച്ചിരുന്നതാണ്. ഇവിടുത്തെ ഉത്സവത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന രഥമാണിത്. രണ്ടല്ല 4 രഥങ്ങളുണ്ട്. 4 സൈഡിലും രഥങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റ് ഉപക്ഷേത്രങ്ങളൊക്കെ ധാരാളം ഇവിടെയുണ്ട്. ഉള്ളിലോട്ടൊന്നും കയറുന്നില്ല. ഇതൊക്കെ ഉപക്ഷേത്രങ്ങളാണ്. എല്ലാം കന്നഡയിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് വായിക്കാൻ അറിയില്ല. അപ്പോൾ തടിയിൽ തീർത്ത ഒരു വലിയ ക്ഷേത്രമാണിത്. വിവിധങ്ങളായ പൂക്കളൊക്കെ അർച്ചന നടത്താനുള്ള പൂക്കളാണിത്. ഇതൊരു കരിങ്കൽ സ്തൂപമാണ്. ചെറിയ ചെറിയ വിത്തുകളിലൊക്കെ ആയിട്ടുള്ള ഒരു സ്തൂപം. വളരെ പുരാതനമായ ഒരു സ്തൂപമാണ്. അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഒരു മനോഹരമായ മന്ദിരം കണ്ട്. ഒരു കൊട്ടാരം പോലത്തെ മന്ദിരം. അവിടെ കുറേ പേര് ഭജന പാടുന്നുണ്ട്.